മഴ വന്നല്ലോ, മഴ വന്നല്ലോ. ഹായ് ഗൈസ്, ഇവിടെ പുറത്ത് നല്ല മഴയാണ്. നല്ല ചൂടിന് ശേഷം പെയ്യുന്ന ഒരു മഴയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ മഴയത്ത് വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഒരു കട്ടനോ ചൂട് ചായയോ എന്തെങ്കിലും വേണം. അപ്പോൾ നമുക്കുണ്ടാക്കാം. എനിക്ക് കട്ടനാണ് പൊതുവെ ഇഷ്ടം. കട്ടൻ ഫാനാണ്. കുറച്ച് പാലിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഇടാം. ചായ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ തേയിലപ്പൊടി ഇല്ല, കോഫി പൗഡറേ ഉള്ളൂ. അപ്പോൾ കോഫി ഇടാം അല്ലേ? കോഫി എങ്കിൽ കോഫി. എന്തായാലും മഴ പുറത്ത് പെയ്യുന്നുണ്ടല്ലോ. ജനലിൻ്റെ സൈഡിൽ പോയി ഇരുന്നിട്ട് ചൂടോടും കൂടി ഒരു കോഫി കുടിച്ചിട്ട് മഴയും കണ്ട് ആസ്വദിക്കണം. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല ഇതുപോലുള്ള ഭ്രാന്ത്. കാണും എന്തായാലും. ഇത്തരം ഭ്രാന്തുകളുള്ളവർ ഞാൻ മാത്രമായിരിക്കത്തില്ല, വേറെയും കാണുമല്ലോ, കാണണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെറസിൻ്റെ മണ്ടയിൽ പോയി ഇരിക്കണം എന്നുണ്ട്. ടെറസിൽ പോയി ഇരുന്നിട്ട് കുടിക്കണം എന്നാണ്. പക്ഷേ മഴവെള്ളം കോഫിയിൽ വീഴുമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അല്ലായിരുന്നെങ്കിൽ അവിടെ പോയി ഇരുന്ന് ചെടികളൊക്കെ കണ്ട് മഴയൊക്കെ കൊണ്ടിരുന്ന് കുടിക്കായിരുന്നു. സംഭവം കോഫി റെഡിയായിട്ടുണ്ട്. സോ ഒറ്റയടിക്കൊന്നും എന്നെ കൊണ്ട് കുടിക്കാനില്ല. ആകെ വിയർത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നിട്ട്. നമുക്കപ്പോൾ കുറച്ച് കാറ്റത്തൊട്ട് പോവാം, ജനലിൻ്റെ സൈഡിൽ പോവാം. കമോൺ ഗൈസ്. ഇങ്ങനെ ഒരു ജനലിൻ്റെ സൈഡിൽ വരിക. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന കോഫിയൊന്നും ഇത്രയും വൈറ്റ് കളറിൽ ഇരിക്കാറില്ല. നല്ല ഡാർക്ക് കളറിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എനിക്ക് പൊതുവെ ചായ ആയാലും കോഫി ആയാലും അതിപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പൗഡർ ഇടും, പൊടി കൂടുതലിടും. പക്ഷെ ഇപ്പം ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇൻഹേലർ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കോഫി പൗഡർ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമയായാൽ പണിയാവും. അതുകൊണ്ട് മാത്രം എൻ്റെ ഒരു ആശ്വാസത്തിന് ലൈറ്റായിട്ട് ഇട്ടു.